ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ജസ്ന സലീമിനെതിരെ കേസെടുത്ത് പോലീസ്. കലാപശ്രമത്തിനാണ് കേസ്. കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിലുള്ളത്. ഓക്കെ, ആസ് എ ഡിസ്ക്ലെയിമർ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് കിളികളുടെ അല്ലെങ്കിൽ ചീവീടിൻ്റെ ഒക്കെ ശബ്ദം കേൾക്കും. കാരണം ഞാനിത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. കാരണം എൻ്റെ ഏത് വീഡിയോ നോക്കിയാലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനി അതിൽ നിന്നൊന്ന് മാറി മാക്സിമം സ്പീഡാക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. ഈ കിളികളോട് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അവരൊരിക്കലും മിണ്ടാണ്ട് നിൽക്കില്ല. ബാക്ക് ടു ദ ടോപ്പിക്. കലാപത്തിനെതിരെ ഒരു കേസ്. കലാപം. ജസ്ന സലീമാണ് ആള്. ഹൈക്കോടതി എടുത്തു. ഇൻ എ ഗ്ലാൻസ് വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി വീഡിയോ എടുത്തു, എന്നിട്ട് അത് സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ ഇട്ടു. ഓൾറെഡി ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിരുന്നു വീഡിയോ എടുക്കാൻ പാടില്ല എന്ന്. അപ്പം അങ്ങനെ വീഡിയോ എടുത്ത സമയത്ത് ഉണ്ടായ കോൺട്രവേഴ്സീസ് ആണ്. വൈ കലാപം എന്നൊക്കെ നമുക്ക് വരാം. അതിപ്പോൾ അവിടെ കിടക്കട്ടെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിപ്പോൾ പ്രായവ്യത്യാസമൊന്നുമില്ല. ചെറിയ കുട്ടികൾ തൊട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ജനിച്ച് വീണ മക്കൾക്ക് വരെ ഇൻസ്റ്റഗ്രാം ID ഉള്ളൊരു കാലമാണ്. അത് തൊട്ട് വലിയ വലിയ ആൾക്കാർക്ക് വരെ ഇന്ന് സോഷ്യൽ മീഡിയ പ്രൊഫൈലുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരുടെയും ഒരാഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ പ്രൊഫൈൽ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടാവണം, എന്നെ 4 ആൾ റെക്കഗ്നൈസ് ചെയ്യണം, ഒരു സോഷ്യൽ മീഡിയ ഫെയിം ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. ഈവൻ ഇപ്പോൾ ഈ സംസാരിക്കുന്ന എനിക്കാണെങ്കിൽ വരെ ആ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ആഗ്രഹത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുക 2 വഴികളാണ്. ഒന്ന്, വളരെ പോസിറ്റീവായിട്ട് ഭയങ്കര എഫോർട്ട് എടുത്ത് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും. ചില ആൾക്കാർ ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇതെന്തായാലും ഒരു കലാപമാവും എന്ന് തോന്നുക. ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ എന്താ പറയുക, ഞാനിപ്പം ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, ഒരു ബിരിയാണി ഒരു 56 സെക്കൻഡിൽ ചുരുക്കണമെങ്കിൽ എടുക്കുന്ന എഫോർട്ട് എത്രയാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. അന്നേരം നേരെ അപ്പുറത്തൊരു പെൺകുട്ടി ഓർ ആരെങ്കിലും ഒരു ആൻറ്റി ആരെങ്കിലും ഒരാൾ ഒരു അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ടൗണിൽ പോവുകയോ അല്ലെങ്കിൽ എന്താണ് മദ്യപിക്കുന്ന ഒരു വീഡിയോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ 56 സെക്കൻഡിനേക്കാളും വിത്തിൻ സെക്കൻഡ് റീച്ച് പോയതാണ്. അപ്പോൾ ഈ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ഫെയിം അനുസരിച്ച് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സോഷ്യൽ മീഡിയ ഇതനുസരിച്ചിട്ട് ഈ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ക്രിയേഷനിൽ കൂടെ വളരെ പെട്ടെന്ന് തന്നെ ഫെയിമിലോട്ട് എത്താൻ പറ്റും. അപ്പം അത് കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ ഇതിലോട്ട് ഇറങ്ങുന്നുണ്ട്. ജസ്ന സലീം എന്ന് പറയുന്ന പെൺകുട്ടി ദ ഫസ്റ്റ് തിങ് ദി പബ്ലിക്കിലോട്ട് വെൽ നോൺ ആയത് ഒരു കാര്യം വഴിയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, ആള് കൃഷ്ണൻ്റെ പടം വരയ്ക്കുകയാണ്. ഇപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി കൃഷ്ണൻ്റെ പടം വരയ്ക്കുക എന്നുള്ളതിലാണ് ആൾ ഫെയിം ആയത്. അതൊരിക്കലും ഒരു നെഗറ്റീവ് കോൺട്രവേഴ്സി അല്ല, ആളുടെ കഴിവ് ആൾ പുറത്തോട്ട് കാണിച്ചതാണ്. പക്ഷെ അത് പബ്ലിക്കിലോട്ട് ഒരു അക്സെപ്റ്റൻസ് വന്നത് ഈ ഒരു കാര്യം. അപ്പം അത് മനസ്സിലായി ജസ്നയ്ക്ക്. ഇനി ഇതിലങ്ങ് പിടിച്ച് ഫ്രണ്ടോട്ട് കയറാം എന്നുള്ളത് കൊണ്ടാണ് പിന്നെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആളുടെ പ്രൊഫൈൽസിൽ, ഇപ്പോൾ ഈവൻ എന്തോ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്തു, അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നത്. ഞാൻ അങ്ങനെ ആലോചിച്ചേ, വൈ കലാപം? കലാപം ഇസ് എ ബിഗ് വേർഡ്, കുഞ്ഞു വേർഡല്ല. എന്തിനാണ് കലാപം വന്നതെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഇന്ന് സമൂഹത്തിൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ എന്താണ് പറയുക, മനുഷ്യത്വം ഒന്നും കളിയാടാത്ത 2 മേഖലയാണുള്ളത്. ഒന്ന് ജാതി മതം, 2 രാഷ്ട്രീയം. ഈ 2 ടോപ്പിക്കിലും ചെറുതായിട്ട് ഒരു കീറലുണ്ടായാൽ മതി, അത് കത്തി പടർന്നോളും. ആ തിരിച്ചറിവ് നമ്മുടെ കോടതിക്കുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി ന്യൂസ് എന്താന്ന് നോക്കാം. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ വിഷയങ്ങൾക്കൊക്കെ ശേഷം ഹൈക്കോടതി ഒരു ശക്തമായ നിലപാടെടുത്തു. കാരണം ക്ഷേത്രങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള ഇടമല്ല, അത് ഭക്തന്മാർക്കുള്ള സ്ഥലമാണ്. അവിടെ ഇത്തരത്തിൽ ദൃശ്യങ്ങളൊക്കെ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ശ്രമം, അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം കോടതി ഏർപ്പെടുത്തുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഇത് അഹങ്കാരാന്നാ പറയാ. അമ്പലത്തിന്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും കേക്ക് കെട്ടിയോ, അതെടുത്ത് വീഡിയോ ഇടുവോ?
നമ്മൾ പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് നോൺ വെജ് കഴിച്ച് അമ്പലത്തിലോട്ട് പോകരുതെന്ന്. അതിൽ വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്. എന്നാൽ ചില അമ്പലത്തിൽ പറയും നോൺ വെജ് ആണല്ലോ നമ്മൾ ദൈവങ്ങൾക്ക് കൊടുക്കുക. ഇപ്പം കുട്ടിച്ചാത്തിന് കോഴീനെ കൊടുക്കുന്നതും നാഗത്തിന് മുട്ട കൊടുക്കുന്നതൊക്കെ ഉണ്ട്. അത്രയ്ക്ക് പവിത്രത ഉള്ളൊരു സ്പേസാണ് അമ്പലം, അല്ലെങ്കിൽ പള്ളി, അല്ലെങ്കിൽ മോസ്ക് എന്നൊക്കെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതിനെ എതിർക്കേണ്ട ആവശ്യം നമുക്കില്ല. അമ്പലത്തിന് മുമ്പിൽ വെച്ച് ഓൾറെഡി കേക്ക് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പം അതൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ് കോടതി ഒരു തീരുമാനം എടുത്തത്. എന്ന് വെച്ചാൽ ജസ്ന മാത്രമല്ല, ഇന്ന് സോഷ്യൽ മീഡിയ റീൽസിൽ ഗുരുവായൂർ അമ്പലം ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ട സമയത്തായിരിക്കും, അല്ല ഒരുപാട് വേണ്ടാത്ത വീഡിയോസും കാര്യങ്ങളും എടുത്ത സമയത്തായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ആ എടുത്ത തീരുമാനത്തിനെ കളിയാക്കുന്ന രീതിയിൽ പുതിയൊരു കാര്യം ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരമുള്ളതല്ലേ. ഞാൻ ഈ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് ബേസിക്കലി വീഡിയോ എടുക്കാൻ തോന്നലില്ല. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി കാലിക്കറ്റ് പോയ സമയത്ത് ഞങ്ങൾ തളി അമ്പലത്തിൽ പോയി. ഉള്ളൊക്കെ കണ്ട ആർക്കാണെങ്കിലും വീഡിയോ എടുക്കാൻ തോന്നുന്നു. എൻ്റെ കയ്യിൽ ഫോണും ഉണ്ടായിരുന്നു, വേണമെങ്കിൽ എടുക്കാമായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ട്. ഞാൻ വലിയ ഭക്തിയൊന്നുമില്ല, 24 മണിക്കൂർ അമ്പലത്തിൽ പോകുന്ന ആളൊന്നുമല്ല. ഞാൻ വളരെ വിരലിലെണ്ണാവുന്ന സമയങ്ങളിൽ അമ്പലത്തിൽ പോയാൽ അപ്പം എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ എനർജിയിൽ നിൽക്കുമ്പോൾ ഒരാൾക്കും വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇതൊരു പ്രഹസനം ആംഗിളിൽ കാണുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോസ് എടുക്കാനും കാണിക്കാനും പറ്റൂ. പിന്നെ രണ്ടാമത്തത്, നിങ്ങളിങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് അവിടെ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന ആൾക്കാർക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയിൽ വരാനോ വീഡിയോ കാണിക്കാനോ ഇഷ്ടപ്പെടണമെന്നില്ല. അവർ പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുക. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വരെ ഭയങ്കര കോൺഷ്യസ് ആയി പോകും, കാരണം വീഡിയോ എടുക്കുന്നില്ലേ ഇല്ലേ എന്നുള്ളത്. ആ ഒരു ബോധമൊക്കെ കണക്കാക്കിയിട്ട് എടുത്ത ഒരു തീരുമാനത്തെ ഇതിൻ്റെ പുറത്താണ് കാണിച്ചതും, എന്നിട്ടത് വീഡിയോ ആക്കിയിട്ട് ഈ പ്രൊഫൈൽ ഇടുകയും ചെയ്തു. ഓൾറെഡി കൃഷ്ണഭക്ത എന്ന രീതിയിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഇട്ട് വൈറലായിക്കൊണ്ട് നിൽക്കുന്ന ആളാണ്. എന്തായാലും ആൾക്കാരെ നോട്ടീസ് ചെയ്യുമെന്നുള്ളൊരു ചെറിയ ബുദ്ധിയില്ലേ. സോ ഇവിടെ വാട്ട് യു ആർ ട്രൈങ് ടു ഡു ഇത്രയേ ഉള്ളൂ. നെഗറ്റീവ് പബ്ലിസിറ്റി അങ്ങ് ക്രിയേറ്റ് ചെയ്യുക, 4 ആളെ അറിയിക്കുക, ഒരു വിഷയമാക്കുക, ഒരു കോൺട്രവേഴ്സീസ് ആക്കുക, അത്രയേ ഉള്ളൂ. റിയൽ ആയൊരു ഭക്തനാണെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് നിൽക്കാട്ട് പറ്റൂല. അതിനിടയിൽ ഈ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ ദീപസ്തംഭത്തിനടുത്തൊരു കാണിക്കയുണ്ട്. ആ കാണിക്കയുടെ മുകളിൽ ഒരു കൃഷ്ണവിഗ്രഹമുണ്ട്. ആ കൃഷ്ണവിഗ്രഹത്തിൽ മാല ചാർത്തി അതിന്റെ വീഡിയോയൊക്കെ എടുത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. ഓക്കെ, ഇത് ശരിക്കും ദൈവത്തിനെ കളിയാക്കുന്ന പോലുള്ളൊരു പരിപാടിയല്ലേ അല്ലേ? ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ പള്ളിയിൽ. ഞാൻ ഡിഗ്രി പഠിച്ചത് ലിസ കോളേജ് കൈതപ്പോയിലാണ്. അപ്പം അതിന് കീഴിൽ വരുന്നൊരു പള്ളിയിൽ പോകും. നമുക്ക് അവിടെ ചെല്ലാം, പ്രാർത്ഥിക്കാം, ഇരിക്കാം, ഒക്കെ ഇതിനുള്ള പെർമിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഈ കുർബാന സ്വീകരിക്കാൻ രാവിലെ പോകും. അപ്പോൾ ഈ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ അപ്പവും വീഞ്ഞും കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അറിയുമോയെന്ന് എനിക്കറിയില്ല. അത് ക്രിസ്ത്യൻസിനല്ലാണ്ട് വേറൊരു മതത്തിലുള്ളവർ അത് പോയി സ്വീകരിക്കില്ല എന്ന് കരുതി ഞാൻ ക്രിസ്ത്യനാന്ന് പറഞ്ഞ് ഞാൻ ഷാളിട്ട് പോയി സ്വീകരിക്കാൻ നിൽക്കില്ല. കാരണം ആ ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ സാധിക്കില്ല. വിശ്വസിക്കണോ വിശ്വസിക്കേണ്ട ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ കുറേ കാലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തെ എതിർത്ത് മുറിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് മോശമാണ്. അങ്ങനെ ഒരു തീരുമാനം നമ്മളുടെ ലീഗൽ സിസ്റ്റം എടുത്തു. നമ്മളുടെ ഓവറോൾ ഫുൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ജീവിതം ഫ്രണ്ടോട്ട് പോകുന്നത് ഈ ലോസ് പോളിസീസ് വഴിയാണ്. അപ്പം അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പം അതനുസരിച്ചാൽ പോരെ. ഇത് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണോ? അതിനെതിരെ ദേവസ്വം ബോർഡ് തന്നെയാണ്, അതായത് ഗുരുവായൂർ ദേവസ്വം തന്നെ പോലീസിൽ പരാതി നൽകിയായിരുന്നു. ആ പോലീസ് പരാതിയുടെ ഞാൻ ഫസ്റ്റ് തൊട്ട് ആലോചിച്ചിരുന്നു കേട്ടോ, ഇതെങ്ങനെയാണ് ഈ കേസ് പോയത്, ആരാണ് ഈ കേസ് കൊടുത്തത് എന്നുള്ളത്. ഇപ്പോൾ ഒരു തീരുമാനം കിട്ടി, ഗുരുവായൂർ ദേവസ്വം ബോർഡ് തന്നെയാണ്. ഇപ്പോൾ ജസ്ന സലീമിനെതിരെ കേസെടുത്തിരിക്കുന്ന കലാപശ്രമത്തിനടക്കമാണ് പോലീസ് കേസെടുത്തിരിക്കുന്ന ശക്തമായ നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം 10,000-കണക്കിന് ഭക്തരെത്തുന്ന സ്ഥലമാണ് ആ ഗുരുവായൂർ ക്ഷേത്രം. നമ്മളൊക്കെ മുൻപ് ഗുരുവായൂർ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ആ കൊടിമര ചോട്ടിലൊക്കെ നിന്ന് നമുക്ക് പടം എടുക്കുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഒരു സ്വാതന്ത്ര്യത്തെ പലതരത്തിൽ ദുരുപയോഗം ചെയ്യുകയും അത് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ ആയിട്ട് പോയപ്പോൾ ഹൈക്കോടതി ശക്തമായ വിലക്കുമായിട്ട് വരികയായിരുന്നു. ഈ വിലക്ക് അവിടെ എത്തുന്ന മറ്റു ഭക്തർക്ക് കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് വരിക സത്യം. കാരണം നമ്മളുടെ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു
ഫ്രീഡം എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തലേ കയറി തുള്ളും. ഇപ്പോൾ പണ്ട് അത്യാവശ്യം വീഡിയോസും റീൽസും ഒന്നും എടുക്കുന്നതിന് വലിയ പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇതങ്ങ് കൂടി ഇതിനെ ഭയങ്കരണം കോമഡിയാക്കി ഫണ്ണിയാക്കി പല രീതിയിൽ പല കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ആക്കിയ സമയത്താണ് നൈസായിട്ട് ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്തത്. എന്തിനെങ്കിലുമൊക്കെ ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാം. മര്യാദയ്ക്ക് ഉപയോഗിക്കാണ്ട് നിൽക്കുമ്പോൾ ഈ ഉപയോഗിക്കാൻ ആഗ്രഹമുള്ളവന് വരെ നിങ്ങൾ കാരണം ഇങ്ങനത്തെ പ്രശ്നമാണ് വരുന്നത്. ജസ്ന നെവർ തിങ്സ് ഇത് മതപരമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ള ഒരിക്കലും ആലോചിക്കരുത്. കാരണം നമ്മളിത് മതത്തിൻ്റെ ബേസിസിലൊന്നും പറയുന്നതല്ല, ഇതൊരു നിയമമാണ്. ആ നിയമം അനുസരിക്കുക. അതിന് എഗെയിൻസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഇപ്പം ഞാനൊരു ഹിന്ദുവാണ്, ഞാൻ ഈ അടുത്ത് ഗുരുവായൂർ പോയാലും ഞാൻ അവിടെ പോയി ഈ പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ് വരിക. എനിക്ക് പിന്നെ ചെയ്യാൻ തോന്നൂല, അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കാനാണ്, അല്ലാണ്ട് കേക്ക് മുറിക്കാനൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ജസ്ന ഇത് റിലേറ്റ് ചെയ്ത് സംസാരിച്ച പണ്ടത്തെ ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ്. വിവരക്കേട് ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല അല്ലേ? അതെ, ഞാൻ ഗുരുവായൂര് കണ്ണനൊരു മാല ചാർത്തുന്നത് ഒരു വീഡിയോ ഉണ്ടായിരുന്നേ. അപ്പൊ അത് കണ്ടിട്ട് ഒരു പുള്ള ചേച്ചി, പുള്ള എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളെയാണ് ഉദ്ദേശിക്കല്, ആ കുഞ്ഞു കുട്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കേട്ടോ ഗൈസ്. ഞാൻ ഗുരുവായൂര് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നുണ്ട് പോലും, അതായത് എന്റെ പുറകിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ കോടതിയില് ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, വിധി വന്നിട്ടുണ്ടായിരുന്നു. അതില് ജസ്ന സലീം വീഡിയോ എടുക്കരുത് നല്ലല്ലോ പറഞ്ഞത്. അവിടെ വീഡിയോയും ഫോട്ടോഗ്രാഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തൊരു സംഭവം കൂടി ഉണ്ട്. എന്താന്നല്ലേ, മതപരമായിട്ടുള്ള ചടങ്ങിനും വിവാഹത്തിനും അവിടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അലോഡാണെന്നൂടി എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടില്ലേ ചേച്ചിയെ? ഇത്രയേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് ജസ്ന സലീം വീഡിയോ ഇടരുത് എന്നല്ല പറഞ്ഞത്. ജസ്ന സലീമിനെയാണ് ഇപ്പൊ വീഡിയോ ഇട്ടതുമായി ബന്ധപ്പെട്ട് കേസ് വന്നത്, അതുകൊണ്ട് ജസ്ന സലീമിന്റെ പേര് പറയുന്നു. ഇനി വേറൊരാളുടെ പേര് ഇതേ കേസിന് വരികയാണെങ്കിൽ അയാളുടെ പേരും പറയും. അപ്പം നിയമമൊക്കെ കറക്റ്റ് അറിയാം. അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ലൂപ്പ് എടുത്തതല്ലേ. മതപരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കണ്ണന് മാല ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുപോയി ഇടലല്ല മതപരമായ പരിപാടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്ന പല മതപരമായ ചടങ്ങുകളും പരിപാടിയുണ്ട്. ഹിന്ദു അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയണ്ടാവില്ല. അതാണ് ഉദ്ദേശം മതപരമായ പരിപാടി, കല്യാണം. അല്ലാണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ അവിടെ ഫ്രണ്ട് കൊണ്ടുപോയിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ 3 പൂവ് എറിഞ്ഞിട്ട് ആ മതപരമായ ചടങ്ങ് എന്ന് പറയാൻ പറ്റില്ല. വാട്ട് ബുൾഷിറ്റ് യു ആർ സേയിങ്, വാട്ട് ബുൾഷിറ്റ്. കോൺഫിഡൻസ് ആവാം, ഓവർ കോൺഫിഡൻസ് ആവരുത്. എന്നിട്ട് കയറി ബ്ലെൻഡേഴ്സ് പറയരുത്. ഇത്ര കാര്യത്തിൽ നിന്നറിയാം യു ആർ ക്രിയേറ്റിംഗ് എ ഫേക്ക് പബ്ലിസിറ്റി. അതുവഴി റീച്ച് ഉണ്ടാക്കാൻ നോക്കുക.